ദുന്യാവിൻ്റെ ജീവിതം വളരെ തുച്ഛമാണ്. ഈ ദുന്യാവിലുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ ചെറുതാണ്. ആഖിറത്തിന്റെ ജീവിതമാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത് അതാണ്. ആഖിറത്തിന്റെ ജീവിതമാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ജീവിതം. അതാണ് എന്നും ശേഷിച്ചിരിക്കുന്നത്. ഇത് ഏത് സമയത്തും നശിച്ചു പോകാനുള്ളതാണ്. ഇവിടുത്തെ പരീക്ഷണങ്ങൾക്ക് വളരെ ചെറുതാണ്. ഇത് വളരെ ചെറുതാണെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇവിടുത്തെ പരീക്ഷണങ്ങൾ ഏറ്റവും ചെറുതാണ്. ഏറ്റവും വലിയതായിരിക്കുന്ന പരീക്ഷണം സിറാത്തുൽ മുസ്തഖീമാണ്, ജഹന്നമാണെന്നാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇതാണ്. അപ്പൊ ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കി, എന്താണ് മുഖത്ത് നോക്കി മുഖം ചൂണ്ടിയിട്ട് വർത്താനം പറയരുത് എന്ന് പോലും പഠിപ്പിച്ചു. അത്രയും ജനങ്ങളെ കാര്യങ്ങൾ സൂക്ഷിച്ചു. ഒരു മനുഷ്യൻ്റെ മുഖത്തടിക്കാൻ പാടില്ല, ഒരു ജീവൻ്റെ പോലും മുഖത്തടിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ചുറ്റുഭാഗത്ത് 40 ആൾ 40 വീട് നമുക്ക് അയൽവാസി. അപ്പം അവരൊക്കെ അതുകൊണ്ട് ഇറച്ചി വാങ്ങുമ്പോൾ, മുമ്പ് കാലത്തൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇറച്ചിയൊക്കെ കൊടുക്കുകയും അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഈ മല്ലിയൊക്കെ ചേർത്തിട്ടാണ് വെക്കുക. അപ്പം നല്ലൊരു സുഗന്ധവാസന ഉണ്ടാവും. മനസ്സിലായി? ഇപ്പോഴത്തെ മാതിരിയല്ല. ഇപ്പം ഈ ഇറച്ചിക്ക് പോയാണല്ലോ ഈ വിഷം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അത് പച്ചക്കറിയും ഇതൊക്കെ വിഷം തന്നെയാണ്. അപ്പം ഇങ്ങനത്തത് അതിന് വാസനയും ചൂരൊന്നുമില്ല. കുറേ ഇങ്ങനെ ഇതാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. വാസനയും ചൂരൊന്നുമില്ല. അത് ഹലാലോ ഹറാമോ എന്ന് അള്ളാഹു ആയാലോ. ഇനി എങ്ങനെയാണ് ഇപ്പം നമ്മൾ പീടികയിൽ പോയിട്ട് ഇറച്ചി മാർക്കറ്റിൽ പോയിട്ട് കോഴിശാളിൽ പോയിട്ട് നമ്മൾ ഏൽപ്പിച്ച് പോകുന്നത് എന്താ പോകാൻ ചെയ്യുന്നു എന്ന് അള്ളാഹു ആയാലും വെട്ടി കഷ്ണാക്കിയിട്ട് പറയാൻ പറ്റൂലല്ലോ. ഒന്നിനറുത്താ പിന്നൊന്നിനെ അറുക്കണേ, കത്തി കഴുകാതെ ഇറക്കാൻ പാടില്ല. രക്തം കൊണ്ട് അറുത്താൽ നജസായില്ലേ. പിന്നെ ബിസ്മിയല്ലാതെ അറുത്താൽ പിന്നെ തിന്നാൻ പറ്റും. ആരാ പൂവനോട് ഓം ബിസ്മിയല്ലുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്? നമുക്ക് ഇറച്ചിയാണ് ഇത്ര കിൻഡലിലൂടെ റെഡിയാക്കി വെക്കണം എന്നാണ്. ഇതല്ല ഇപ്പം നമ്മളെ അവസ്ഥ. അപ്പം ഇതിന് ചൂരും വാസനയൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, നീ ഇറച്ചി മേടിച്ചുമ്പോൾ നിന്റെ അടുത്ത വീട്ടിലേക്ക്, വാസനയുള്ള വീട്ടിലേക്കെങ്കിലും ഒരു മുറുക്ക് കുറേശ്ശെ കറി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടി വെക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരാണെങ്കിലും അത് അവർക്ക് കൊടുക്കണം. അവരൊന്നിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെ ഇന്ത്യയിൽ, അല്ലേ? നമ്മളെ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളവരാണ്, അല്ലേ? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരുടെ ആചാരങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് ഓരോരുത്തർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ്റെ ഭരണഘടനയും അങ്ങനെയാണ്. പിന്നെ അതിനൊക്കെ മറ്റു കോലത്തിലാക്കുന്നത് ആരാ? അത് അല്ലാഹുവാലോ ആക്കുന്നവർ തന്നെ, അല്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഭരണം നമുക്കൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല ഭരണം വേണം. അതിനൊക്കെ നമ്മളെ നേതാക്കന്മാർ, നമ്മുടെ മഹത്തുക്കൾ അതിനൊക്കെ കഴിവുള്ളവരാണ്. അപ്പം അവർക്കൊക്കെ അത് നന്നാക്കി തരാൻ പറ്റും. നമ്മൾ ഓരോടാ പറയുന്നത്, വേറുള്ളതൊന്നും ഞമ്മക്കറിയില്ല. അതിന് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തുക്കളെ നമ്മളെന്നും സ്മരിക്കണം, ഓർമ്മിക്കണം. നമ്മളുടെ പരാതികൾ അവരിലേക്ക് ചെന്നുകൊണ്ടിരിക്കണം, അല്ലേ? അതിനാണ് നമ്മൾ അള്ളാഹിൻ്റെ മഹത്തുക്കളെ നമുക്ക് ഇങ്ങനെ ഓരോ